കണ്ണൂർ കാർത്തികപുരത്ത് വാഹനം സർവീസ് ചെയ്തതിലെ നിരക്കുമായി ബന്ധപ്പെട്ട് തർക്കം. സർവീസ് സ്റ്റേഷൻ ഉടമയെ വാഹനം കൊണ്ട് ഇടിച്ചിട്ടു. പരിക്കേറ്റ സ്ഥാപനം ഉടമ ഇസ്മായിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇത് മനഃപൂർവ്വം ഇടിപ്പിക്കുന്നതാണ് ഇന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. എന്താണ് പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് തുടർന്നുണ്ടായിരിക്കുന്ന നടപടി? ഈ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെ, അരുൺ പൂപ്പറമ്പ? റിജിത്ത്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആലക്കോട് കാർത്തികപുരത്ത് വെച്ചാണ് അവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ ഈ എറിക്സൺ എന്ന് പറയുന്ന യുവാവ് അവിടെ വാട്ടർ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി വാഹനവുമായി എത്തുന്നു. അതിനുശേഷം ഈ വാട്ടർ സർവീസ് അവിടുത്തെ ജീവനക്കാർ ചെയ്തു നൽകുന്നു. 700 രൂപയാണ് ആ വാഹനത്തിന് നിരക്കായി നിശ്ചയിച്ചത്. അതാണ് എറിക്സനോട് പറഞ്ഞത്. പക്ഷേ അത്രയും രൂപ നൽകാൻ കഴിയില്ല, അത് അല്പം കൂടുതലാണ് എന്ന വാദമാണ് എറിക്സൺ ഉന്നയിച്ചത്. അതിനുശേഷം 600 രൂപ മാത്രമേ നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞ് ജീവനക്കാരുമായി ആദ്യം ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷമാണ് ഈ തർക്കമുണ്ടായ ഘട്ടത്തിലാണ് ഉടമയായിട്ടുള്ള ഇസ്മയിൽ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഇസ്മയിലുമായും തർക്കത്തിൽ ഏർപ്പെടുന്നു. അതിനിടെ ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജീവനക്കാരുടെ നേരെ ഈ വാഹനം ഇടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഈ സർവീസ് സ്റ്റേഷൻ ഉടമ വന്ന് ഈ എറിക്സനുമായി തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നൊക്കെയുണ്ട്. എന്നാൽ അത് തിരിച്ചു പോകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ ഇസ്മയിലിനെ ഈ വാഹനം ഉപയോഗിച്ച് ഇടിച്ച് നിലത്ത് ഇട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഇയാൾ വാഹനമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ചികിത്സയിലാണ് ഇസ്മയിൽ ഉള്ളത്. അവിടെ ആലക്കോട് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആലക്കോട് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പരിക്ക് ഏറ്റയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ഇയാൾക്കെതിരെ കേസെടുക്കും എന്നതാണ് ആലക്കോട് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിന് തെളിവായി ഉണ്ട് താനും. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.